ഹലോ ഗൈസ്, സോ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു ഞാൻ യൂസ് ചെയ്ത ആംപ്ലിഫയറിൻ്റെ കേസ് എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന്. അതിനൊക്കെ തന്നെ കേസ് എവിടെ നിന്ന് ഞാൻ സെല്ല് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. സോ ഈ വീഡിയോ അവർക്കുള്ളതാണ്. സോ ഈ കേസ് ഞാൻ ആക്ച്വലി 3D പ്രിൻറ്റ് ചെയ്താണ്. ഈ കേസിൻ്റെ മോഡൽ ആക്ച്വലി ഓൺലൈനിൽ നമുക്ക് കിട്ടും. ഇത് ഒരാൾ ചെയ്ത മോഡലാണ്. ഓക്കെ, സോ തിങ്ക്വേഴ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് തിങ്ക് 4743 എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കിട്ടും. സോ ഈ മോഡലിൻ്റെ STL ഫയൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ കയ്യിൽ ഒരു 3D പ്രിൻ്റർ ഉണ്ട്. ഇതാണ് എൻ്റെ 3D പ്രിൻ്റർ. ഓക്കെ, ഇതാണ് ക്രിയാലിറ്റിയുടെ Enter 3 V3K എന്ന് പറയുന്ന മോഡൽ. ഞാനൊരു ഹോബിക്ക് വേണ്ടി വാങ്ങിച്ച മോഡലാണിത്. ഓക്കെ, സോ ഇതിലാണ് ഞാൻ ഈ ഒരു കേസ് ഞാൻ പ്രിൻറ്റ് ചെയ്തത്. ഇതാണ് സെയിം സാധനം, ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ ഇത് സെയിൽ ചെയ്യുന്നില്ല. ഇത് ആക്ച്വലി പ്രിൻറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് വേറെ വർക്കും ഉള്ളതുകൊണ്ട് എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ എങ്ങനെ നിങ്ങൾക്കിത് ഇതുപോലെ സാധനം പ്രിൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പം മിക്ക ഷോപ്പുകളും മിക്ക ടൗൺസിലും ഇതുപോലെയുള്ള CNC ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ തന്നെ ഈ 3D പ്രിൻറ്റിംഗ് ഷോപ്പുകളുണ്ട്. സോ ജസ്റ്റ് ഫോണിലൊന്ന് 3D പ്രിൻറ്റിംഗ് ഷോപ്സ് നിയർ മീ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു മോഡൽ, ഇപ്പോൾ ഇതുപോലത്തെ മോഡൽ നിങ്ങൾ ഈ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും. അവർ തന്നെ STL ഡൗൺലോഡ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് നിങ്ങൾക്ക് പല ചൂസ് ചെയ്യാൻ ക്വാളിറ്റി ചൂസ് ചെയ്യാം. ഹൈ ക്വാളിറ്റി വേണോ, കളർ ചൂസ് ചെയ്യാം, പല കളർ ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കേസ് ഒരു കളർ, ഇത് ഒരു കളർ പ്രിൻറ്റ് ചെയ്തിട്ട് ഈ ഒരു കളർ, ഇത് വേണമെങ്കിൽ വേറെ കളർ പ്രിൻറ്റ് ചെയ്യാം. സോ അതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മെറ്റീരിയൽ ചൂസ് ചെയ്യാം, PLA വേണോ ABS വേണോ ചൂസ് ചെയ്യാം. സോ ഇതിൻ്റെ ഇപ്പം അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിത് വില അറിയില്ല. മാക്സിമം ഒരു കേസാണ് മാക്സിമം ഒരു 500 താഴെ വരാൻ എനിക്ക് ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ചിരിക്കും, അതിനൊക്കെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഇതിൻ്റെ വില എന്ന് പറയുന്നത്. സോ മോസ്റ്റ്ലി എല്ലാ ടൗൺസിലും ഇതുപോലുള്ള CNC പ്രിൻറ്റിംഗ് ഷോപ്സ് അവൈലബിൾ ആണ്. സോ ഓക്കെ, അപ്പോൾ അവർക്ക് അതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിസൈൻ ഞാൻ ഓൺ ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് താഴെയുള്ള ഈ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ഞാൻ കംപ്ലീറ്റ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത് പ്രിൻറ്റ് ചെയ്ത സാധനമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് സെല്ല് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇത് ലൈസൻസ്ഡ് പ്രോഡക്റ്റാണ്. ഓക്കെ, ഇത് നമുക്ക് നോൺ കമേഴ്ഷ്യൽ യൂസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനെ സെയിൽ ചെയ്യുന്നതും അതൊരു എത്തിക്കൽ വേയും അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ യൂസിന് വേണ്ടി നിങ്ങൾക്ക് കടയിൽ കൊടുത്ത് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാനിതിൽ പ്രിൻറ്റ് ചെയ്ത ഒരു വേറൊരു സംഭവമാണ് എൻ്റെ ഈ ഒരു RC കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ RC കാർഡ് ബോഡി ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ 3D പ്രിൻറ്ററിൽ ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്താണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ക്യൂരിയസ് ആണ് വേറെ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു RC കാർഡ് ബോഡി ഞാൻ കംപ്ലീറ്റ്ലി ഈ ഒരു 3D പ്രിൻറ്ററിൽ ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്താണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ എന്തായാലും ഈ ഒരു ലിങ്ക് വല്ലതും ബയോസിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഞാൻ ആഡ് ചെയ്യേക്കാം. ജസ്റ്റ് തിങ്ക്വേഴ്സിൽ പോവുക, ഈ ഒരു നമ്പർ തിങ്ക് 4743 സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആക്ച്വൽ സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നമ്മളെ പ്രിൻറ്ററെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.